Meet the editors. ഉത്തരവാദി സർക്കാരോ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ഈ അനീഷിൻ്റെയും സുറുമിയുടെയും കുഞ്ഞിൻ്റെയും അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. അത്രയും മേൽ ജനിതക വൈകല്യം. എനിക്കൊന്നും ഇതിനേക്കാൾ അപ്പുറം ഒരു കുഞ്ഞിനൊരു വൈകല്യം വരാനില്ല. കണ്ണുകൾ യഥാസ്ഥാനത്തല്ല, ചെവി യഥാസ്ഥാനത്തല്ല, വായ തുറക്കാൻ കഴിയുന്നില്ല, ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല, കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയത്തിൽ പോലും അപകടം, തിരിച്ച് കിടത്താൻ കഴിയുന്നില്ല, കമന്ന് കിടക്കുക, കുഞ്ഞിന് വേദന ഉണ്ടെങ്കിൽ പോലും കരഞ്ഞാൽ ശബ്ദം പോലും പുറത്ത് കേൾക്കുന്നില്ല, ഭക്ഷണം ട്യൂബിനുള്ളിലൂടെ കൊടുക്കുക. അപ്പോൾ വളരെ നരകയാതനയാണ് ആ കുഞ്ഞും അനുഭവിക്കുന്നത്, രക്ഷിതാക്കളും അനുഭവിക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദി ആരാണ് എന്നതാണ് ചോദ്യം. സർക്കാരാണോ? നോക്കൂ, ഇപ്പോൾ അരുൺ വിശദീകരിച്ചതുപോലെ കേരളത്തെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നൊരു വാർത്തയായിരുന്നു ഇതല്ലേ. നമ്മൾ രാവിലെ ഇത് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങുന്ന നിമിഷം മുതൽ ഇപ്പോൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നിമിഷം വരെ കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങളിലും ഈ വിഷയം ഒരു സുപ്രധാന വാർത്തയാണ്, ഒരു സുപ്രധാന സംഭവമാണ്. അങ്ങേയറ്റം ഖേദകരമായൊരു കാര്യമാണ് ആലപ്പുഴയിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും അഭിമാനം കൊള്ളുന്ന ഒരു കാര്യമുണ്ട്. ആരോഗ്യ മേഖലയിൽ കേരളം കൈവരിച്ചിരിക്കുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത് ചെറുതല്ല. അത് ഒട്ടും തന്നെ ചെറുതായി ഞാൻ കാണുന്നില്ല. ഏത് ലോക മാനദണ്ഡം ഉപയോഗിച്ച് നമ്മൾ പരിശോധിച്ചാലും നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. നമ്മുടെ ജനന നിരക്ക് മെച്ചപ്പെട്ട തോതിലാണ്, നമ്മുടെ മരണനിരക്ക് മെച്ചപ്പെട്ട തോതിലാണ്, അതുപോലെ തന്നെ നമ്മുടെ പ്രതിശീർഷ ആരോഗ്യത്തിൻ്റെ തോത് വളരെ മെച്ചപ്പെട്ട രീതിയിലാണ്. നമ്മുടെ ആരോഗ്യ മേഖല വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല എന്നുള്ള നിലയ്ക്ക് നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നോക്കൂ, നമ്മുടെ ആരോഗ്യ രംഗത്ത് എത്രയെത്ര അനാവശ്യ പ്രവണതകളാണ് അനുദിനം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ചു എന്നുള്ളത് ഇന്നിപ്പോൾ ഒരു സുപ്രധാന വാർത്തയല്ലാതായി മാറിയിരിക്കുന്നു. അഥവാ നമ്മളൊക്കെ അത്തരം വാർത്തകളോട് പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഇന്നിപ്പം കേരളത്തിൽ ഏത് ജില്ലയിലെ ഒരു പ്രാദേശിക പേജ് എടുത്ത് നോക്കിയാൽ 3-4 ദിവസത്തിനുള്ളിൽ ഇത്തരത്തിലൊരു പ്രാദേശിക വാർത്തയായി നിങ്ങൾക്ക് കാണാം. ചികിത്സാ പിഴവ് മൂലം അല്ലെങ്കിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചിരിക്കുന്നു. അതൊരു ടെംപ്ലേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അവിടെ ഇപ്പം ഈ പറയുന്ന ജില്ല ഏത്, രോഗിയുടെ പേര് ഏത് എന്നത് മാത്രം മാറ്റി എഴുതി കഴിഞ്ഞാൽ ആ മാറ്റർ സെറ്റായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നമുക്ക് ഇതൊക്കെ വളരെ സ്വാഭാവികവും സാധാരണവുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ ഗതികെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ വന്ദനാദാസ് എന്ന് പറയുന്നൊരു ഡോക്ടർ ആക്രമിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു അല്ലേ. നമ്മുടെ ആരോഗ്യ മേഖലയിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. ഹർഷിന എന്ന് പറയുന്നൊരു സ്ത്രീ കോഴിക്കോട്ട് എത്രയോ വർഷങ്ങളായിട്ട് വയറ്റിൽ കത്രിക വെച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. ഈ പറയുന്ന ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ 6 മാസം മുമ്പാണ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഉമൈബാൻ എന്ന് പറഞ്ഞൊരു സ്ത്രീ 70 വയസ്സുണ്ട്, ചികിത്സ കിട്ടാതെ മരിച്ചു പോകുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്ര പ്രാവശ്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുഴുവരിക്കുന്നു ആളുകളെ, രോഗികളെ പുഴുവരിക്കുന്നു. ഈ രീതിയിൽ നിരന്തരം നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഒട്ടും ശുഭകരമല്ലാത്ത വാർത്തകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആരോഗ്യ മേഖല മികച്ചതാണെന്ന് പറയുമ്പോൾ പോലും നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇടുക്കിയിൽ ഒരാൾക്കൊരു വലിയ അസുഖമുണ്ടായാൽ എത്ര കിലോമീറ്റർ താണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു ചികിത്സ കിട്ടാൻ ഇടുക്കിയിൽ മെഡിക്കൽ കോളേജില്ല. അതേപോലെ തന്നെയാണ് വയനാട്ടിൻ്റെ സ്ഥിതി. മാനന്തവാടിയിലൊരു മെഡിക്കൽ കോളേജ് നമ്മൾ പറയും, അവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും സംഭവിച്ചാൽ കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തണം. കാസർഗോഡ് ഏതോ ഒരു മുക്കിലോ മൂലയിലോ കൊണ്ടുപോയിട്ടൊരു മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചിട്ടുണ്ട്. ആർക്കും അവിടെ ഒരു ഗുണവുമില്ല. ഇനി മാത്രവുമല്ല, എത്ര ശസ്ത്രക്രിയകളാണ് വൈദ്യുതി കിട്ടാതെ, വെള്ളം കിട്ടാതെ മുടങ്ങുന്നത്. ഇത്തരമൊക്കെ സാഹചര്യങ്ങൾ നിരന്തരം നമ്മുടെ സമൂഹത്തിൽ വാർത്തയായിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും പരിഹരിക്കപ്പെടുന്നില്ല. അപ്പോഴും നമ്മൾ എയിംസിന് വേണ്ടി വാദിച്ചുകൊണ്ടും ഇരിക്കും. എയിംസ് ആവശ്യമാണ്, ഒരു സംശയവുമില്ല. പക്ഷേ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമാണ് എന്നതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി, അതിനെ അക്കൗണ്ട് ചെയ്യുന്നത് ഒരു പബ്ലിക് ഓഡിറ്റിങ്ങിന് അത് വിധേയമാകാതെ പോകുന്നു. അഥവാ സാമാന്യമായ പ്രതിഷേധങ്ങളിൽ അതൊക്കെ ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ വികസനം എന്നൊക്കെയുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത് റോഡ് വികസിച്ചാൽ വികസനം വന്നു എന്നുള്ളത് മറ്റിലാണ്. നമ്മുടെ വീട്ടിൻ്റെ വാതിക്കൽ ഒരു റോഡ് മോശമായി കടന്നാൽ നമ്മുടെ പ്രതിഷേധം വളരെ വലുതാണ്. എന്നാൽ തൊട്ടടുത്ത താലൂക്ക് ആശുപത്രി അല്ലെങ്കിൽ ജില്ലാ ആശുപത്രി, അവിടെ ആവശ്യത്തിന് കിടക്കകളുണ്ടോ, അവിടെ ആവശ്യത്തിന് മരുന്നുണ്ടോ, അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരുണ്ടോ, ആ രീതിയിലുള്ള അന്വേഷണങ്ങളൊന്നും നമ്മൾ നടക്കുന്നേയില്ല. എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ളൊരു ജനകീയ അവബോധം രൂപപ്പെട്ടു വരുന്നില്ല. നമ്മുടെ റോഡ് വികസനമാണ് നമുക്ക് പ്രധാന വികസനമായി മാറുന്നത് എങ്കിൽ നമ്മളുടെ ആരോഗ്യം എന്ന് പറയുന്നത് എത്ര പ്രധാനമാണ്. നമുക്കൊക്കെ നമ്മൾ അത്യാവശ്യം കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്ന ആളുകളായതുകൊണ്ട് സ്വകാര്യ ആശുപത്രികളിലൊക്കെ പോകാൻ കഴിയുന്നുണ്ട്. നോക്കൂ, ഈ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ പോയി ചികിത്സ നേടി സന്തോഷത്തോടെ വരുന്ന ആളുകൾ എത്ര കുറവാണ്. അപ്പോൾ ഈ നിലയ്ക്കുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ആരോഗ്യ മേഖലയെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, സംസ്ഥാനത്തെ ഏറ്റവും 2 പ്രധാനപ്പെട്ട വകുപ്പുകളായിട്ട് ഞാൻ കാണുന്നത് പൊതുവിതരണവും ആരോഗ്യവുമാണ്. പൊതുവിതരണം എന്താണ്? പൊതുവിതരണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉറപ്പാക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ആരോഗ്യമാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഭക്ഷണം, ആരോഗ്യം എന്നീ മേഖലകളിൽ നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് നമ്മളൊരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഈ വാർത്തകളെല്ലാം സ്വാഭാവികമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അരുൺ വളരെ വിശദമായി സൂചിപ്പിച്ചിട്ടുള്ളതുകൊണ്ടും തുടർന്ന് നിങ്ങൾ അത് സൂചിപ്പിക്കുമെന്നുള്ളതുകൊണ്ടും ഞാനിന്ന് ഈ ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ള ദുരന്തത്തിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എങ്കിൽ കൂടിയും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ആ ആശുപത്രിയിൽ, കടപ്പുറം ആശുപത്രി എനിക്ക് അറിയാവുന്നതാണ്,
ആ ആശുപത്രിയിൽ 100-120 പ്രസവങ്ങൾ പ്രതിമാസം നടക്കുന്നൊരു ആശുപത്രിയാണ്. അത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി മാത്രമുള്ളൊരു ആശുപത്രിയാണ്. ആ ആശുപത്രിയിൽ സ്കാനിങ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു എന്താണ് നമ്മുടെ ഈ സ്കാനിങ് മെഷീൻ അവിടെയുണ്ട്, പക്ഷേ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന റേഡിയോളജിസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. ഇതാണല്ലോ പ്രശ്നം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ റേഡിയോളജിസ്റ്റ് ഉണ്ടായാൽ ഇതൊക്കെ കണ്ടുപിടിക്കുമോ അതൊന്നും നമുക്കറിയില്ല. പക്ഷേ അവിടെ ഒരു ഉത്തരവാദിത്വം ഫിക്സ് ചെയ്യാൻ കഴിയും. ഈ റേഡിയോളജിസ്റ്റ് അവിടെ ഉണ്ട് എങ്കിൽ ആ റേഡിയോളജിസ്റ്റിൻ്റെ കുറച്ചുകൂടി ഞാൻ പറയുന്നത് ഒരു സർക്കാർ സംവിധാനത്തിൽ അയാൾ കുറച്ചുകൂടി അക്കൗണ്ടബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം? അവിടെ സ്കാനിങ് മെഷീനൊക്കെ ഉണ്ട്, പക്ഷേ ഒരു റേഡിയോളജിസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ട് എന്താ സംഭവിക്കുക? അതിന് ചുറ്റുമുള്ള ലാബുകളെ എംപാനൽ ചെയ്യുക. എന്നിട്ട് ആ എംപാനൽ ചെയ്തിട്ടുള്ള ലാബുകളിലേക്ക് ഈ പറയുന്ന രോഗികളെ അയക്കുക. അവർ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തന്നുവിടുന്ന റിപ്പോർട്ട് വെച്ചുകൊണ്ട് രോഗികളെ ചികിത്സിക്കുക. ഇവിടെ എവിടെയാണ് ഒരു അക്കൗണ്ടബിലിറ്റി? എന്താണ് ഈ പറയുന്ന ലാബുകൾ ചെയ്യുന്നത്? ആ ലാബുകളുടെ കാര്യക്ഷമത എത്രത്തോളം ഉണ്ട്? ഇതൊന്നും നമുക്ക് ഉറപ്പാക്കാൻ കഴിയില്ല. നമുക്കൊക്കെ അറിയുന്ന പരസ്യമായ ഒരു രഹസ്യം എന്ന് പറയുന്നത് ഇത് ഈ ആശുപത്രികൾ, പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നെക്സസ് ഉണ്ടെന്നേ. അത് മരുന്ന് കമ്പനികളുണ്ട്, അത് ലാബുകളുണ്ട്, ഇതൊക്കെ പരസ്യമായ രഹസ്യമാണ്. അതിനൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായിട്ട് ആരോഗ്യ മേഖലയിൽ ഒരു കോക്കസ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു അധോലോകം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ പൊറുക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ഇപ്പോൾ ഈ ആലപ്പുഴയിൽ ഈ ദമ്പതികൾക്കുണ്ടായൊരു ദുരന്തം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുട്ടിയെ കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത് എത്ര ശ്രമകരമാണ്, എത്ര കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിനൊടുവിൽ നമ്മളുടെ കയ്യിലേക്ക് കിട്ടുന്ന കുട്ടിയുടെ കണ്ണൊരു വശത്ത്, കാതൊരു വശത്ത്, അല്ലേ, കൈകാലുകൾ വളഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെ ഏറ്റുവാങ്ങിയ ആ അമ്മയുടെ മനസ്സുണ്ടല്ലോ, ആ അച്ഛൻ്റെ മനസ്സുണ്ടല്ലോ, അതിപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുകയാണ്. അത് ഈ വാർത്ത കാണുന്ന മുതൽ നമുക്ക് ആ വിഷമമുണ്ട്. എത്രയോ കാത്തിരിപ്പും പ്രാർത്ഥനകളും ഒക്കെയാണ് ആ ഒരു പ്രസവത്തിന് പിന്നിലുള്ളത്. രണ്ടുപേരെയും രണ്ടായി ഇങ്ങോട്ട് കിട്ടുക എന്നൊക്കെ പറയുന്നത് എത്രയോ ആകാംക്ഷ നിറഞ്ഞ ഒരു സമയമാണ്. ആ സമയത്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അത് എത്ര വലിയൊരു ദുരന്തമാണ്. ആ വീഴ്ചയൊക്കെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല. ആ വീഴ്ചയുടെ ഉത്തരവാദി ആരാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ആ ഉത്തരവാദികൾ കൃത്യമായി കണ്ടെത്തി അവർ നന്നായി ശിക്ഷിക്കപ്പെടണമെന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു അന്വേഷണം പ്രഖ്യാപിക്കും. ഈ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം 3-4 പേരെ സസ്പെൻഡ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഫോളോ അപ്പ് മാധ്യമങ്ങൾ നടത്തില്ല. കാരണം നമുക്ക് അടുത്തൊരു വാർത്തയിലേക്ക് നമ്മൾ പോകും. എത്രയോ സസ്പെൻഷനുകൾ ഉണ്ടായിട്ടുണ്ട്, എത്രയോ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്ര പേർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. ഇതിനൊന്നും ഒരു കണക്കില്ല, ഇതിനൊന്നും ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. അപ്പം ഞാൻ പറയുന്നത് ഈ വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ പൊതുസമൂഹം കാണണം, മാധ്യമങ്ങൾ കാണണം. എന്നൊരു ഉത്തരവാദിത്വത്തോടുകൂടി ഇതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാകണം. ഇക്കാര്യത്തിൽ സർക്കാർ വളരെ ഗൗരവമായ നിലപാടെടുക്കണം. സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. കാരണം ഏത് കാര്യത്തിലും ഇത്തരത്തിലുള്ളൊരു വീഴ്ച പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ സംഭവിച്ചാൽ സർക്കാർ ഉത്തരവാദിയാണെന്ന് ഫിക്സ് ചെയ്യാൻ എളുപ്പമാണ്. സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ആരോഗ്യ മേഖല വളരെ ശക്തമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും നിരന്തരമാണ് ഈ ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ചു, ചികിത്സ കിട്ടാതെ രോഗി മരിച്ചു, വൈദ്യുതി ഇല്ലാതെ ശസ്ത്രക്രിയ മുടങ്ങി, ആവശ്യത്തിന് ബെഡുകളില്ലാതെ രോഗികൾ പുഴുവരിച്ച് കിടക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നിരന്തരം വരുമ്പോൾ നമ്മളിതൊക്കെ വളരെ സ്വാഭാവികമായ വാർത്തകളായിട്ട് ഒട്ടും തന്നെ സെൻസിറ്റീവ് അല്ലാതെ നമ്മൾ ഈ വാർത്തകളൊക്കെ ഇങ്ങനെ വായിച്ചു വിടുകയോ കണ്ടുപിടുകയോ ചെയ്യുന്ന ഒരു സമൂഹമായി കൂടി മാറിയിട്ടുണ്ട്. അങ്ങേയറ്റം ഗുരുതരമായൊരു സിറ്റുവേഷനാണിത് എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാരിന് മാറാൻ കഴിയില്ല. പക്ഷേ ഉത്തരവാദി ആരാണ് എന്ന് ഫിക്സ് ചെയ്യാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ഒപ്പം അവരെ ശിക്ഷിക്കാനുള്ള ബാധ്യതയും സർക്കാരിനുണ്ട്. ആ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേർന്നുകൊള്ളുന്നു. ഇത്രയും മാത്രമാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ആലപ്പുഴയിൽ കടപ്പുറത്ത് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്നും കുഞ്ഞിന് ജനിതക വൈകല്യം തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുമുള്ള വാർത്തയിൽ ഉത്തരവാദി സർക്കാർ എന്നാണ് ചോദ്യം. തീർച്ചയായും സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെയും പക്ഷം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അനീഷ് സുറുമി ദമ്പതികളുടെ 3ാമത്തെ കുഞ്ഞ് 5ാമത്തെ മാസം മുതൽ ഈ അമ്മയും കുഞ്ഞും കടപ്പുറം ആശുപത്രിയിൽ സ്കാനിങ്ങിന് പോകുന്നത് ആ ആശുപത്രി തന്നെ, സർക്കാർ ആശുപത്രിയായ അമ്മയും കുഞ്ഞും സർക്കാർ ആശുപത്രിയിൽ ഇത്തരം സ്കാനിങ്ങിന് ഒരു മാസം 100-ലധികം പ്രസവങ്ങൾ നടക്കുന്ന ആശുപത്രിയിൽ അവിടെ ഒരു സ്കാനിങ് സംവിധാനം ഇല്ലാത്തതുകൊണ്ട്, അഥവാ സ്കാനിങ് മെഷീൻ മാത്രമേ ഉള്ളൂ, റേഡിയോളജിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തൊട്ടടുത്തുള്ള ശങ്കേഴ്സ് സ്വകാര്യ ലാബിലേക്കാണ് എംപാനൽ ചെയ്ത് അവിടേക്ക് ഈ രോഗികളെ അയക്കുന്നത്. അത് സർക്കാർ സ്കീമിൽ പെടുത്തിയാണ് എന്നുള്ളത് കൊണ്ട് പല സ്കാനിങ്ങുകൾക്കും ഈ പേഷ്യൻസ് ആ സ്വകാര്യ ലാബിൽ പൈസ കൊടുക്കേണ്ടതില്ല. പകരം സർക്കാർ സംവിധാനം ആ പണം ഈ സ്വകാര്യ ലാബിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഉത്തരവാദിത്വം ഇവിടെ തുടങ്ങുന്നു. എന്തുകൊണ്ടാണ് ഒരു മാസം 100-120 പ്രസവങ്ങൾ എടുക്കുന്ന അമ്മയും കുഞ്ഞും കടപ്പുറം സർക്കാർ ആശുപത്രിയിൽ ഒരു സ്കാനിങ് മെഷീൻ വാങ്ങി വെച്ചിട്ടും ആ സ്കാനിങ് മെഷീൻ യഥാവിധി പ്രവർത്തിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു റേഡിയോളജിസ്റ്റിനെ നിയമിക്കാഞ്ഞത്?
നമ്മുടെ പല ലാബുകളിലും പല ആശുപത്രികളിലും ഇത്തരം സംവിധാനങ്ങൾ ഒരു കാലത്ത് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരുന്ന ഒന്നാണ്. മെഡിക്കൽ കോളേജുകളിലെ സ്കാനിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നില്ല. ഒടുവിൽ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അത് പ്രവർത്തിപ്പിക്കാതിരിക്കുന്നത് കൊണ്ട് ലാഭമുണ്ടാക്കുന്ന സ്വകാര്യ ലാബുകൾ ആശുപത്രിയുടെ പരിസരങ്ങളിൽ നമ്മൾ കണ്ടെത്താറുണ്ട്. അതിൽ പലപ്പോഴും ഡോക്ടർമാർ കമ്മീഷനിൽ കുടുങ്ങുന്ന വാർത്തയും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരമൊരു നെക്സസ് ഈ സ്വകാര്യ ലാബും ആശുപത്രിയും തമ്മിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഒരു സ്കാനിംഗ് മെഷീൻ വാങ്ങിവെക്കുകയും ആ സ്കാനിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കേണ്ട റേഡിയോളജിസ്റ്റിനെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആകെ ഗുണമുണ്ടാവുന്നത് ഈ ശങ്കേഴ്സ് ലാബ് എന്ന് പറയുന്ന സ്വകാര്യ ലാബിനാണ്. കാരണം എല്ലാ പേഷ്യൻസിനെയും അങ്ങോട്ടാണ് ഡോക്ടർ റെഫർ ചെയ്യുക. അവിടെ സൗജന്യമായിട്ട് സ്കാനിങ് നടക്കും. പക്ഷേ സർക്കാർ സംവിധാനത്തിലൂടെ പണം സ്വകാര്യ ലാബിലേക്ക് എത്തും. ഒരു ദിവസം 60ഓളം സ്കാനിങ്ങുകൾ നടക്കുന്നു എന്നാണ് എന്നോട് അല്പസമയം മുമ്പ് ഈ ലാബ് ഉടമ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ശരാശരി 1000 രൂപ സ്കാനിങ്ങിന് ചിലവാണെങ്കിൽ പോലും സർക്കാർ സംവിധാനത്തിലൂടെ 60,000 രൂപ ഒരു ദിവസം ഈ സ്വകാര്യ ലാബിലേക്ക് വരുന്ന ഒരൊറ്റ ദിവസം കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. സർക്കാർ ഒരു റേഡിയോളജിസ്റ്റ് അപ്പോയിൻറ്റ് ചെയ്താൽ ആ പണം ലാഭിക്കാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം ഇതിന് മുന്നിൽ ആമുഖമായി നിലനിൽക്കുന്നു. അപ്പോൾ റേഡിയോളജിസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാതെ പോയ സർക്കാരിൻ്റെ ജാഗ്രത കുറവ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട അനാസ്ഥയാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. എന്താണ് ഈ കുഞ്ഞ് 5 മാസമാകുന്നത് വരെയും സുറുമിയുടെ ഈ ഗർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കും ഒരു സംശയം ഉണ്ടാവുന്നില്ല. നേരത്തെ മിഡ സ്കാൻ എന്ന് പറയുന്ന ഒരു സ്വകാര്യ ലാബിൽ പോയി ആദ്യം പരിശോധന നടത്തുന്നു. പക്ഷേ അവിടെ ചിത്രങ്ങൾ വ്യക്തമല്ലാത്തതുകൊണ്ട് ഈ സ്വകാര്യ ലാബിലേക്ക് പോകണമെന്ന് ഈ അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ഡോക്ടർ തന്നെ പറയുന്നു. അങ്ങനെ ആ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ശങ്കേഴ്സ് ലാബിലേക്ക് പോകുന്നു. അവിടെ 5-ാം മാസം അനോമലി സ്കാൻ എന്ന് പറയുന്ന അൾട്രാസൗണ്ട് സ്കാനാണ് അത് നടത്തുന്നു. 20ാമത്തെ ആഴ്ചയിലുള്ള ആ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ 2D സ്കാനാണ് നടത്തിയിരിക്കുന്നത്. ആ 2D സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ ബ്രെയിൻ സംബന്ധമായോ ഹാർട്ട് സംബന്ധമായോ സ്പൈനൽ കോഡ് സംബന്ധമായോ അസ്ഥി സംബന്ധമായോ ഉള്ള കാര്യങ്ങളാണ് അറിയാൻ കഴിയുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളതിനകത്ത് വിദഗ്ധരല്ല. പക്ഷേ കുഞ്ഞിൻ്റെ ഒരു തരത്തിലുള്ള അനോമലിയും ഈ 5ാമത്തെ മാസം, അതായത് 20ാമത്തെ ആഴ്ചയിൽ നടന്ന അനോമലി സ്കാനിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നോർമലായ റിപ്പോർട്ടാണ് അന്ന് ഈ ഡോക്ടർ എബിൻ കൊടുത്തിരിക്കുന്നത് സ്വകാര്യ ലാബിൽ നിന്ന്. തീർച്ചയായും ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ഷേർലി ഒരു റേഡിയോളജിസ്റ്റ് അല്ലാത്തതുകൊണ്ട് ഈ ഇമേജുകൾ, സ്കാൻ ഇമേജുകൾ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് സ്വതന്ത്രമായി ഇൻ്റർപ്രറ്റ് ചെയ്യാനോ ഡയഗ്നോസ് ചെയ്യാനോ കഴിയില്ല. അവർ ആ എഴുതിയിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം നോർമൽ ഗ്രോത്ത് ആണ് എന്ന് കാണുമ്പോൾ സ്വാഭാവികമായും റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് തിരിച്ചുവിടുകയാണ് സുറുമിയെ. വീണ്ടും 6-7 മാസത്തിൽ 4 സ്കാനുകൾ അതിനുശേഷം ഇതേ സ്വകാര്യ ലാബിൽ നിന്ന് സുറുമി എടുക്കുന്നുണ്ട്. അതിൽ 6ാമത്തെയും 7ാമത്തെയും സ്കാൻ വരുമ്പോഴേക്കും ഫ്ലൂയിഡിൻ്റെ അളവ് കൂടുന്നതായിട്ട് സ്കാനിങ് റിപ്പോർട്ടിൽ കാണുന്നു. റേഡിയോളജിസ്റ്റുകൾ അങ്ങനെ മാത്രമേ ഈ സ്കാൻ റിപ്പോർട്ടിൽ കുറിക്കാറുള്ളൂ. ഫ്ലൂയിഡിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതെന്തൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് ഫ്ലൂയിഡ് ലെവൽ കൂടാം എന്ന് തീരുമാനിക്കേണ്ടത് ചികിത്സിക്കുന്ന ഗൈനക്കോളജിസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ഗൈനക്കോളജിസ്റ്റിന് ഈ ഫ്ലൂയിഡ് ലെവൽ കൂടുന്നു എന്ന് 7ാം മാസത്തെ സ്കാനിംഗ് റിപ്പോർട്ടിൽ ഒരു റിപ്പോർട്ട് കിട്ടുമ്പോൾ ഡോക്ടർ ഷേർലി എന്തുകൊണ്ട് അത് ഇത്തരം അനോമലിക്കുള്ളൊരു സാധ്യതയായി കണ്ടില്ല? എന്തുകൊണ്ട് കൂടുതൽ ആഴത്തിലുള്ള ഒരു ചികിത്സയ്ക്ക് അഥവാ 2D സ്കാനിനും അപ്പുറമുള്ള ആഴമേറിയ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ആവശ്യപ്പെട്ടില്ല? ഇതാണ് ചോദ്യം നമ്പർ 2. അപ്പോൾ അവിടെ ഡോക്ടറുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച സംഭവിച്ചു. വീണ്ടും സ്കാൻ ചെയ്യാൻ പോകുന്നു. ഈ ലിക്വിഡ് കൂടുതലാണ്, ഫ്ലൂയിഡ് കൂടുതലാണ് എന്ന തരത്തിലുള്ള സ്കാൻ റിപ്പോർട്ട് കിട്ടുന്നു. ഇതിനും അപ്പുറം മറ്റൊന്നും ലാബ് കൊടുത്തിട്ടില്ല. അതിനുശേഷം ഹൃദയമിടിപ്പിൽ ഒരു ചെറിയ വേരിയേഷൻ കാണുന്നതിനെ തുടർന്നാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് സുറുമിയെ അയക്കുന്നതും വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തുന്ന ഡോക്ടർക്ക് റേഡിയോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി അനോമലി ഉണ്ടല്ലോ എന്ന് കണ്ടെത്തുന്നു. അങ്ങനെ ഈ ഞെട്ടിക്കുന്ന വിവരം പേരൻസിനോട് ചോദിക്കുന്നു. നിങ്ങളോട് ആരും ഈ കുഞ്ഞിന് ഇത്രയും ജനിതക വൈകല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വിവരം അറിയിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. ഇവിടെയാണ് നമുക്ക് ന്യായമായ ഒരു സംശയം ഉണ്ടാവുന്നത്. നമ്മുടെ ലാബിലെ ഡോക്ടർമാരാണെങ്കിലും ശരി, ഗൈനക്കോളജിസ്റ്റുകളാണെങ്കിലും ശരി, വളരെ യാന്ത്രികമായിട്ട് വേണോ ഇത്തരം റിപ്പോർട്ടുകളെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ? അത് ഇപ്പോൾ ലാബ് പറയുന്നത് ഉത്തരവാദിത്വം ഈ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർക്കാണ് എന്നാണ്. സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ പറയുന്നത് ഇത്തരം ഒരു റിപ്പോർട്ടിൽ ഈ അനോമലീസിനെ കുറിച്ച് സൂചനയില്ലാത്തതുകൊണ്ട് ഉത്തരവാദിത്വം ഈ സ്വകാര്യ ലാബിലെ റേഡിയോളജിസ്റ്റിനാണ് എന്നാണ്. ഒടുവിൽ ഈ രക്ഷിതാവ് നമ്മളോട് ചോദിക്കുന്നു, ഇതിന് ഉത്തരവാദി ഞങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഉത്തരം മുട്ടി നിൽക്കുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ കാണുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ ലാപ്സായിട്ട് തന്നെയാണ്. ഈ ആശുപത്രിയിൽ ഒരു റേഡിയോളജിസ്റ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ റേഡിയോളജിസ്റ്റിന്
ഈ വിഷയം കുറച്ചുകൂടി ശ്രദ്ധാപൂർവം ജാഗ്രതയോടുകൂടി ഈ ഗൈനക്കോളജിസ്റ്റിനെ ബോധിപ്പിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ ഗൈനക്കോളജിസ്റ്റിന് കൂടുതൽ ആഴമേറിയ പരിശോധനയ്ക്ക് നിർദ്ദേശിക്കാമായിരുന്നു. ആ കൂടുതലുള്ള പരിശോധനയിൽ 5-ാം മാസത്തിൽ തന്നെ ഈ ജനിതക വൈകല്യത്തിൻ്റെ സാന്നിധ്യം ഒരുപക്ഷെ തിരിച്ചറിയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞിന് ഇത്തരം ഒരു ദുരവസ്ഥ ഉണ്ടാവുന്നതിൽ നിന്ന് സാഹചര്യങ്ങൾ മാറ്റാമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, ഇത് ഏതെങ്കിലും തരത്തിൽ ആലപ്പുഴയിലെ കോളേജിൽ മാത്രം സംഭവിക്കുന്ന വിഷയമല്ല. ഇത് പല മെഡിക്കൽ കോളേജുകളിലും അമ്മയും കുഞ്ഞും ആശുപത്രികളിലും ഇത്തരത്തിലുള്ള സ്കാനിംഗ് മെഷീനുകൾ യഥാവിധി പ്രവർത്തിക്കാത്തതുകൊണ്ട് കൃത്യമായ ചികിത്സയും കൃത്യമായിട്ടുള്ള രോഗനിർണയവും സാധ്യമാകാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ ഈ സിസ്റ്റത്തിന് അടിയന്തരമായി സർക്കാർ ചെയ്യേണ്ടത് ആശുപത്രിയിലേക്ക് റേഡിയോളജിസ്റ്റിനെ കൊടുക്കുക. ഈ കുഞ്ഞിൻ്റെ ചികിത്സാ ചെലവ് പൂർണ്ണമായിട്ടും സർക്കാർ ഏറ്റെടുക്കുക. നോക്കൂ, നിങ്ങൾക്ക് റേഡിയോളജിസ്റ്റിനെ കുറ്റം പറയാം, റേഡിയോളജിസ്റ്റിനെ ഗൈനക്കോളജിസ്റ്റിനെയും കുറ്റം പറയാം. പക്ഷേ ഒടുവിൽ ഈ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് സുറുമി എന്ന അമ്മയും അനീഷ് എന്ന് പറയുന്ന അച്ഛനും ആ കുഞ്ഞുമാണ്. ആ കുഞ്ഞിന് വാ തുറക്കാൻ കഴിയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ശബ്ദമുണ്ടാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു കുഞ്ഞിന് അനുഭവിക്കാവുന്ന എല്ലാ യാതനകളോടും കൂടി, എല്ലാ വൈകല്യങ്ങളോടും കൂടി ഒരു കുഞ്ഞ് അവരുടെ കൈവെള്ളയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവരുടെ അവസ്ഥയിൽ നമ്മൾ പൂർണ്ണമായിട്ടും പങ്കുചേരണം. അതുകൊണ്ട് ഭാരിച്ച ചികിത്സാ ചെലവ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. തെറാപ്പി ചികിത്സയാണെങ്കിൽ തെറാപ്പി ചികിത്സ, അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാർ തന്നെ ഏറ്റെടുക്കുകയാണ് ആദ്യം വേണ്ടത്. അതിനുശേഷം അടിയന്തരമായി ഈ ആശുപത്രികളിലേക്ക് റേഡിയോളജിസ്റ്റുകളെ നിയമിക്കുക. സാധാരണക്കാരായ മനുഷ്യർ ചികിത്സയ്ക്ക് പോകുന്ന അമ്മയും കുഞ്ഞും ആശുപത്രി പോലെയുള്ള ആശുപത്രി സംവിധാനങ്ങളെ സർക്കാർ അനാസ്ഥയുടെ നേർചിത്രങ്ങളാക്കി മാറ്റരുത്. പലയിടങ്ങളിലും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളുണ്ട്. സർക്കാർ സംവിധാനത്തിൽ ചികിത്സയിലൂടെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പുഞ്ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ഒരുപാട് പേരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സർക്കാർ ആശുപത്രികളെയും അടച്ചാക്ഷേപിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഇവിടെ ഈ ആശുപത്രിയിൽ സംഭവിച്ചിരിക്കുന്നത് ഗുരുതരമായ വീഴ്ചയാണ്. 1, റേഡിയോളജിസ്റ്റിനെ നിയമിക്കാത്തത്. 2, ഈ റിപ്പോർട്ട് യഥാവിധി ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയാതെ പോയത്. 3, യഥാവിധി ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനോമലീസിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കണ്ടെത്താൻ കഴിയാതെ പോയത്. അതിൻ്റെയൊക്കെ അനന്തര ഫലമാണ് ഇപ്പോൾ അനീഷും സുറുമിയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. സുജയ, വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ കുഞ്ഞിൻ്റെ ചിത്രം ആദ്യം കാണുമ്പോൾ തന്നെ ഒരാൾക്ക് ബോധ്യപ്പെടേണ്ടതാണ്. കാരണം ഒരു കുഞ്ഞിൻ്റെ മുഖവും കൈകാലുകളും അടക്കം എല്ലായിടത്തും പുറമേ തന്നെ ദൃശ്യമാകുന്ന അനോമലീസാണ്. അത് ഈ സ്കാനിൽ ഒരിടത്തും കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുന്നത് വിചിത്രവുമാണ്. കാരണം ഒരു ഗർഭകാലത്തെ ആദ്യത്തെ 3 മാസത്തിൽ നടത്തുന്ന സ്കാൻ മുതൽ പിന്നീട് അങ്ങോട്ട് ആവശ്യാനുസരണമാണ്. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഒരു അനോമലി സ്കാനും പിന്നെ ഫൈനൽ ട്രൈമസ്റ്ററിലെ ഒരു സ്കാനും നോർമലി അങ്ങനെയാണ്. ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു ഗർഭാവസ്ഥയല്ല എന്നുണ്ടെങ്കിൽ പ്രമേഹമടക്കം അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അമ്മയ്ക്കുണ്ട് എങ്കിൽ ഈ സ്കാനിങ്ങിൻ്റെ ഒരു ഡ്യൂറേഷനൊക്കെ മാറും. എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ ഈ രീതിയിൽ സ്കാനിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ ഈ അനോമലി സ്കാൻ എന്ന് പറയുന്നത് നിർബന്ധമായും ചെയ്യിപ്പിക്കുന്നതാണ്. കാരണം എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത വരുന്നതിന് 5-ാമത്തെ മാസത്തിൽ ചെയ്യുന്ന അല്ല സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ചെയ്യുന്ന 18-ാമത്തെ ആഴ്ച മുതൽ ചെയ്യാം അനോമലി സ്കാൻ. അപ്പോൾ ആ അനോമലി സ്കാൻ ചെയ്ത് അത് കൃത്യമായി ചെയ്താൽ മാത്രമേ ഈ ഡിഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ കുഞ്ഞിന് എന്നതടക്കം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഈ ആദ്യത്തെ സ്കാൻ 8th വീക്കിൽ ആദ്യത്തെ സ്കാൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഹാർട്ട് ബീറ്റ് ഓക്കെ ആണോ എന്ന് നോക്കുന്നു, അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഡെലിവറി എപ്പോഴാണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴാണ് അച്ഛനോടും അമ്മയോടും ഒക്കെ പറയുന്നത്. ഈ ജനിതക വൈകല്യത്തിന് സാധ്യതയുണ്ടോ എന്നുള്ള സ്കാൻ ഈ കേസിൽ നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 8 ആഴ്ചയാകുമ്പോഴുള്ള ഒരു സ്കാൻ റിപ്പോർട്ടുമായിട്ടാണ് ഇവരെൻ്റെ അടുത്ത് വന്നത് എന്നാണ് ഡോക്ടർ പുഷ്പ, ഇവരാദ്യം കൺസൾട്ട് ചെയ്ത ഗൈനക്കോളജിസ്റ്റ്, ഈ വനിതാ ശിശു ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് നമ്മളോട് രാവിലെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ NT സ്കാൻ നടത്തിയിട്ടായിരിക്കണം ഇവർ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ സ്കാനിൽ ഒരു കുഴപ്പവും ഈ ഡോക്ടർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വേറെ അങ്ങനെയുള്ള മരുന്ന് കഴിക്കാനോ വിശ്രമിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അധികമായി എന്തെങ്കിലും ചെയ്യാനോ ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ മറ്റ് സ്കാനുകളോ ഒന്നും നിർദ്ദേശിക്കുന്നില്ല എന്നവർ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ചികിത്സിച്ച ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പുഷ്പ അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നത് അവിടെ വ്യക്തമാണ്. ഈ ജനിതക ക്രോമോസോമൽ വ്യത്യാസങ്ങൾ, ക്രോമോസോം എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ആ സ്കാൻ അവർക്ക് നടന്നിട്ടേ ഇല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഒരിക്കലും ഇത് കണ്ടെത്താൻ കഴിയില്ല. കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ അവർ പോയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതിൽ അനീഷിനെയോ സുറുമിയോ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം അവർക്ക് ഇതേക്കുറിച്ച് അല്ലെങ്കിൽ ഇത്രയും വൈദ്യശാസ്ത്ര വൈദഗ്ധ്യമൊന്നുമുള്ള ആളുകളല്ലല്ലോ ആ പാവം മനുഷ്യർ. അവർക്ക് ആദ്യത്തെ 2 കുഞ്ഞുങ്ങൾ 11 വയസ്സും 5 വയസ്സും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ 2 പെൺകുഞ്ഞുങ്ങൾ, അത് കഴിഞ്ഞ് 3-ാമത്തെ കുഞ്ഞാണിത്. ഒരുപാട് പ്രതീക്ഷയോടെ അവർ കാത്തിരുന്ന കുഞ്ഞാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ഇങ്ങനെയാണ് തങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത് എന്നത് അവസാന ഘട്ടത്തിൽ മാത്രമാണ് അവർ അറിയുന്നത്. എത്രത്തോളം വേദന അവർ അനുഭവിച്ചിട്ടുണ്ടാകും എന്നതാണ് സർക്കാർ മനസ്സിലാക്കേണ്ടത്. ഇതിനകം തന്നെ നമ്മൾ ഈ അഭിപ്രായമൊക്കെ പറയുന്നതിന് മുൻപ് തന്നെ ഈ അന്വേഷണത്തിന് ഉത്തരവിടുന്നതിനോടൊപ്പം കുറ്റക്കാരനെ കണ്ടെത്താൻ
കണ്ടെത്താനാണല്ലോ അന്വേഷണം. അതിനു മുൻപ് തന്നെ ആ കുഞ്ഞിനുള്ള ചികിത്സ സർക്കാർ ഏറ്റെടുത്ത് അത് ചെയ്തു കൊടുക്കുക. കാരണം അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്കിതിന് മാർഗ്ഗമില്ല, ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ ചികിത്സിക്കാനായിട്ടുള്ള ആവതില്ലാത്തവരാണ് ഞങ്ങളെന്ന് ഈ അനീഷ് പറയുന്നുണ്ട്. നമ്മളുടെ പ്രതികരണങ്ങളിൽ എത്ര തവണ അയാൾ അത് ആവർത്തിച്ച് പറഞ്ഞു. ഇതൊന്നും കേൾക്കാതെ ഇരിക്കുകയല്ലല്ലോ നമ്മുടെ ആരോഗ്യമന്ത്രിയും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ. എല്ലാവരും മക്കളുള്ളവരാണ്. ആ ഒരു അനുകമ്പയെങ്കിലും നമ്മുടെ സംവിധാനങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ്. ആ രീതിയിലുള്ള ഒരു സഹായമാണ് അവർക്ക് നൽകേണ്ടത്. നമ്മൾ ഈ വാർത്ത രാവിലെ കൊടുത്തു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു വാർത്തയെ ഉപേക്ഷിക്കാമായിരുന്നു. പക്ഷെ നമ്മൾ അത്രയും പ്രാധാന്യത്തോടെ ആ വാർത്ത വൈകുന്നേരം വരെ ഒന്നാം തലക്കെട്ടായി നിലനിർത്തിയത് ആ കുടുംബത്തോടുള്ള നമ്മൾ അവരുടെ വേദന നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ നമുക്കത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ വേദന മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമൊന്നും ഉണ്ടായതായി കരുതാൻ കഴിയില്ല. അന്വേഷണം പ്രഖ്യാപിക്കുന്നു, കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നു. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും അത് സെക്കൻഡറിയാണ്. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ഉചിതമായ ചികിത്സ ഉറപ്പാക്കുക. അതിന് സർക്കാർ സംവിധാനങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യമല്ല. ആ കുഞ്ഞിന് ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള ഒരു ഓർഡർ ആയിരുന്നു ആദ്യം ഇറങ്ങേണ്ടത്. കാരണം ഈ കുഞ്ഞിന് അനോമലീസ് ഉണ്ടെന്നുള്ളത് ആദ്യ കാഴ്ചയിൽ തന്നെ വ്യക്തമായ കാര്യമാണ്. അപ്പോൾ ആ അടിയന്തരമായ ആ ചികിത്സയ്ക്കായി ആ കുഞ്ഞിന് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതിനുശേഷം കുറ്റക്കാരെ കണ്ടുപിടിക്കാം. ഇവിടെ കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കുന്നതിനേക്കാളും ആ കുഞ്ഞിനെ ബാക്ക് ടു ലൈഫ് കൊണ്ടുവരാൻ കഴിയുമോ? കാരണം അതിന് മുലപ്പാൽ കുടിക്കാൻ കഴിയുന്നില്ല. എത്ര കാലം അതിനങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും ഇതേ രീതിയിൽ? അപ്പോൾ വേണ്ട ചികിത്സ നൽകി എന്താണ് മുന്നിലുള്ള സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഈ കുഞ്ഞിൻ്റെ അവയവങ്ങളുടെ പ്രവർത്തനം അതും കൃത്യമായല്ല എന്ന് ഇപ്പോൾ അച്ഛനും അമ്മയും പറയുന്നുണ്ട്. അപ്പോൾ അനോമലി സ്കാനിൽ ഈ ഫ്ലൂയിഡിൻ്റെ കാര്യം പറയുന്നത് അനോമലി സ്കാനിലല്ല. ഞാൻ മനസ്സിലാക്കുന്ന 32nd വീക്കിൽ നടത്തിയ സ്കാനിലാണ്. അതായത് 3rd ട്രൈമസ്റ്ററിലേക്ക് ഫൈനൽ ട്രൈമസ്റ്ററിലെ സ്കാനിൽ മാത്രമാണ് ഫ്ലൂയിഡിൻ്റെ കാര്യം അവരോട് പറയുന്നത്. ശരിക്കും അനീതിയാണ് കാണിച്ചത്. ആ 2 പേരോടും അച്ഛനോടും അമ്മയോടും കാണിച്ചത് അനീതിയാണ്. കാരണം അവർക്ക് ഇതേക്കുറിച്ചുള്ള വലിയ അറിവൊന്നും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം അനീഷ് ഇന്ന് സംസാരിക്കുമ്പോഴായാലും ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷം കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അയാളുടെ കയ്യിലുള്ളത്. പക്ഷേ എല്ലാ രേഖകളും വെച്ചാണ് അയാൾ സംസാരിക്കുന്നത്. അവിടെ കൃത്യമായി ഈ സ്കാനിങ് റിപ്പോർട്ടിനെ കുറിച്ച് അനീഷ് പറയുന്നുണ്ട്. എങ്ങനെയാണ്, അതായത് 2D സ്കാൻ ആണെന്ന് ഡോക്ടർ അരുൺ പറഞ്ഞു. 4D സ്കാൻ വേണമെന്ന് റെക്കമെൻഡ് ചെയ്യേണ്ടത് അനീഷോ സുറുമിയോ അല്ലല്ലോ, ആ ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റാണ്. ഗൈനക്കോളജിസ്റ്റിന് ആദ്യം ഈ റിപ്പോർട്ട് ആദ്യം പഠിക്കണം. ആ ഡോക്ടർക്ക് അത് പഠിക്കാൻ അറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതേ ആശുപത്രിയിൽ നേരത്തെ നടന്നിട്ടുള്ള ഒരു സംഭവം കൂടി ഞാൻ ഓർപ്പിക്കാം. 2024 അതായത് ഈ വർഷം തന്നെ ജനുവരിയിൽ ഒരു 31-കാരി പ്രസവം നിർത്താനായിട്ടുള്ള ശസ്ത്രക്രിയ, അതേ തുടർന്ന് മരിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ ഒരു പശ്ചാത്തലം ഈ വർഷം തന്നെ ആശുപത്രിയിൽ ഉണ്ട് എങ്കിൽ, അതുപോലെ തന്നെ ഡോക്ടേഴ്സൊക്കെ അവിടെ കൈക്കൂലി വാങ്ങാറുണ്ട് എന്നുള്ള ആരോപണം അവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട്. ശരിയാണോ എന്ന് നമുക്കറിയില്ല. നാട്ടുകാർ പറയുന്നതാണ്, അവരെ ഞാൻ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് വേണ്ട അറ്റൻഷൻ കൊടുത്തില്ല? ഞാൻ ഒരുപാട് പേർ വരുന്നതല്ലേ, അതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് കണ്ടുവിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ 34-കാരിയല്ലേ എന്നൊക്കെ ചോദിച്ച് ജസ്റ്റ് ആ ഒരു പീസ് ഓഫ് പേപ്പർ മാത്രമാണ് അവരെ സംബന്ധിച്ചോളം സുറുമിൻ്റെ കുഞ്ഞും. പക്ഷേ സുറുമിക്കും അന്വേഷണം അങ്ങനെയല്ല. ആ കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ലൈഫ് ലൈനാണ്. അവരാഗ്രഹിച്ച് കിട്ടിയ 3ാമത്തെ കുഞ്ഞാണ്. അപ്പോൾ ഈ ഡൗൺ സിൻഡ്രോം പോലെയുള്ള അസുഖങ്ങൾ, അതുപോലെ ജന്മനാ ഹൃദ്രോഗമുണ്ടെങ്കിൽ അതെല്ലാം അതിൻ്റെയൊക്കെ ഒരു 50% വരെ. ഇന്ന് നമ്മൾ സംസാരിച്ച റേഡിയോളജിസ്റ്റ് ഡോക്ടർ എബിനാണ് റേഡിയോളജിസ്റ്റ്. സുറുമിയെ സ്കാൻ ചെയ്ത ശങ്കേഴ്സിലെ റേഡിയോളജിസ്റ്റ് ഡോക്ടർ എബിനോട് നമ്മൾ ഇന്ന് ലൈവിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹമൊക്കെ ഇതൊക്കെ സാധാരണമല്ലേ, എനിക്കെങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എത്ര നിരുത്തരവാദപരമായ പ്രസ്താവനയാണത്. ഇവിടെ ഗൈനക്കോളജിസ്റ്റിന് മാത്രം പ്രശ്നമല്ല, അവിടുത്തെ ആ റേഡിയോളജിസ്റ്റിന് ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല, എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് നിസ്സാരമായി അങ്ങ് പറഞ്ഞൊഴിയുകയാണ്. അങ്ങനെയല്ലല്ലോ. ഡൗൺ സിൻഡ്രോം, ജന്മനാ ഉള്ള ഹൃദ്രോഗം, ഗർഭസ്ഥ ശിശുവിൻ്റെ ശാരീരിക വളർച്ച, അതുപോലെ തന്നെ വൈകല്യങ്ങൾ, അവയവങ്ങളുടെ സ്ഥാനം, ഇതെല്ലാം ഈ അനോമലി സ്കാനിങ്ങിലൂടെ കണ്ടെത്താൻ കഴിയും. അതിനെയാണ് ഈ അനോമലി സ്കാനിങ് എന്ന് പറഞ്ഞാൽ. അനോമലീസ് കണ്ടെത്താനാണ്. അപ്പോൾ അനോമലി എന്നുള്ളൊരു വാക്കിൻ്റെ അർത്ഥം അങ്ങേർക്ക് അറിയില്ലേ എന്നുള്ളതാണ് എനിക്ക് തിരിച്ച് ചോദിക്കാനുള്ളത്. ഇത്രയും പ്രശസ്തമായ ഒരു ലാബിൽ ജോലി ചെയ്യുന്ന റേഡിയോളജിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. അദ്ദേഹം തന്നെയാണോ ഈ സ്കാനിങ് ചെയ്തത്? അങ്ങനെയുള്ളൊരു റേഡിയോളജിസ്റ്റാണ് സ്കാനിങ് ചെയ്യുന്നതെങ്കിൽ ഇത് തിരിച്ചറിയാതെ പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം വിദഗ്ധരായ ഡോക്ടേഴ്സ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലെ ഡോക്ടേഴ്സ് ആയാലും അവരൊക്കെ കൃത്യമായിട്ട് തന്നെ നോക്കിയിട്ട് തന്നെയാണ് ഇതെടുക്കുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലായാലും ഈ സ്കാനിങ് മെഷീൻസ് ഈ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ ഇല്ലാത്തതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഈ ഏത് സ്വകാര്യ ലാബിൽ പോകണം. നേരത്തെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. അതായത് ഓഫറുള്ള സ്കാനിങ് സെൻറ്ററിനെ കുറിച്ച് കൂടി പറഞ്ഞു പോകണമല്ലോ. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് സ്ഥിതി ചെയ്യുന്ന ജില്ലാ ആശുപത്രിയിൽ സ്കാനിങ്ങിനായിട്ട് അയക്കുന്നത് തൊട്ടപ്പുറത്തുള്ള 2-3 സ്വകാര്യ ലാബുകളുണ്ട്. അപ്പോൾ നമ്മുടെ സുനീഷ എന്ന് പറയുകയായിരുന്നു അവിടെ 3 സ്കാൻ വരെ ഫ്രീ ആണത്രേ.
3 സ്കാൻ ഫ്രീ ആണ്. ബാക്കി കൂടുതൽ സ്കാനുകൾ എഴുതി കൊടുക്കുകയാണെങ്കിൽ അതിന് മാത്രം പണം അടച്ചാൽ മതി. അപ്പോൾ റെഫർ ചെയ്ത് പോകുന്നതിന് ഇങ്ങനെയുള്ള ഓഫറുകൾ മാത്രമല്ല, തിരുവനന്തപുരത്ത് നമ്മുടെ പ്രതിനിധി പോയി നിൽക്കുമ്പോഴേക്കും പറയുന്നുണ്ട് SITക്കും മെഡിക്കൽ കോളേജിനും ചുറ്റും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ 2-3 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ ലാബുകൾ. ഇപ്പോൾ 10ഓളം ലാബുകൾ ഉണ്ടത്രേ. അപ്പോൾ ഈ സർക്കാർ സംവിധാനങ്ങളിൽ ഈ ലാബുകൾക്ക് വേണ്ടിയുള്ള ഒരു സേവനം അവിടെ കൊടുക്കുന്നു. അതായത് ഇതിൻ്റെ ഒരു ആഡ് ഓൺ ആയി അത് പ്രവർത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതെ, ഇത്രയും കൂടുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ കണക്ക് വെച്ച് തന്നെയാണ് പറയുന്നത്. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ഈ ഡെയിലി വന്നു പോകുന്നത് ഒരു അറൗണ്ട് 100 എങ്കിലും വരുന്നുണ്ടെന്ന് കരുതിക്കോളൂ. അവിടെ സ്കാനിങ് മെഷീൻ ഇല്ല. 100 ഒന്നുമല്ല, ഞാൻ മിനിമമാണ് ഞാൻ പറഞ്ഞത്. അത്രയെങ്കിലും 100 എങ്കിലും വരുന്നുണ്ടെന്ന് കരുതൂ. പക്ഷേ അത് പോകുന്നത് എവിടേക്കാണ്? മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്കാനിങ്ങിനായിട്ട് മാസങ്ങൾ ഈ ഒരു ക്യൂവിലാണ്. കൃത്യമായിട്ട് ആ പോകുന്ന ദിവസമൊന്നും ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നേരെ പ്രൈവറ്റിലേക്ക് പോകും. അപ്പോൾ ഈ കേരളത്തിൽ 10-15 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദൃശ്യമാധ്യമങ്ങളിലെ ഏറ്റവും കൂടുതൽ സ്റ്റിംഗ് ഓപ്പറേഷൻ നടന്ന ഏരിയ ആയിരുന്നു ഈ സ്റ്റിംഗ്. ഏഷ്യാനെറ്റിലായിരുന്ന സമയത്ത് അജയ് ഘോഷിന്റെ വളരെ ഗംഭീരമായ വാർത്തയാണ്. അതെ, ആ കാലഘട്ടം മുതലുണ്ട്. 15 വർഷമായിട്ട് നമ്മൾ ഈ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. അതെ, ഒരു ഡോക്ടർ തമ്പി. അതെ. അപ്പോൾ ഈ ലാബിനെ കുറിച്ച് ഞാൻ പറയാൻ കാര്യം, നമ്മൾ പല സ്ഥലങ്ങളിലായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് പരിശോധിച്ചു. അപ്പോൾ കോഴിക്കോട് പോയപ്പോഴേക്കും കോഴിക്കോട് 2 ഹോസ്പിറ്റൽസ്, കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി, അതുപോലെ ബീച്ച് ആശുപത്രി, അവിടെ ഈ സംവിധാനമുണ്ട്. അതായത് സ്കാനിങ് മെഷീനുണ്ട്, പക്ഷേ റേഡിയോളജിസ്റ്റ് ഇല്ല. ഇവിടെ റേഡിയോളജിസ്റ്റ് ഇല്ല. അപ്പോൾ ഈ റേഡിയോളജിസ്റ്റിനെ അപ്പോയിന്റ് ചെയ്യാത്ത സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമില്ലേ? 100%. സർക്കാരിന്റെ ഉത്തരവാദിത്തം ഇതിൽ വലുതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേവലം അവിടുത്തെ ഗൈനക്കോളജിസ്റ്റുമാരായ 2 പേർക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കണക്കനുസരിച്ചാണ്, ഇപ്പൊ അരുൺ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ 60 സ്കാനിങ് നടക്കുന്നു പെർ ഡേ. 1000 രൂപ വെച്ചിട്ട് അല്ല 60,000 രൂപ. ഇപ്പോൾ റേഡിയോളജിസ്റ്റിന്റെ പൈസ എത്രയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും 1.5 ലക്ഷം രൂപ എന്നൊക്കെ വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ 3 ദിവസത്തെ ഈ പറയുന്ന കാശ് സർക്കാർ ആശുപത്രി കിട്ടത്തില്ലല്ലോ, അത് സൗജന്യമല്ലേ? ഏത് സർക്കാരിന് ഇത് സ്വകാര്യ ലാബിൽ കൊടുക്കുമ്പോഴാണല്ലോ പദ്ധതി പ്രകാരം പണം അവിടെ കൊടുക്കാൻ പറ്റുക. ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്താൽ ഇദ്ദേഹത്തിന് പണം കൊടുക്കാൻ സർക്കാർ കണ്ടെത്തണമല്ലോ. അല്ല, സർക്കാരല്ലേ ഈ പറയുന്ന സ്വകാര്യ ലാബിന് പൈസ കൊടുക്കേണ്ടത്? അതെ, അതാ പദ്ധതിയുടെ ഭാഗമായിട്ടാണല്ലോ കൊടുക്കുക. ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല. അതാണ്. മാത്രമല്ല കമ്മീഷനും കിട്ടില്ല. അതെ, ഇതൊക്കെ ഒരു കമ്മീഷനും വേണമല്ലോ. ഇത് എംപാനൽ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. പല വിധത്തിലാണല്ലോ എംപാനൽമെന്റ് നടക്കുന്നത്. എല്ലാവരും അല്ലെങ്കിലും പലയിടങ്ങളിലും എംപാനൽമെന്റിനകത്ത് കമ്മീഷൻ ഉണ്ടാവും ഓൾറെഡി. നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, 1000 രൂപ 1500 ഇടയ്ക്ക് സ്കാൻ ചെയ്യുന്നത് 60ഓളം സ്കാനുകൾ ഒരു ദിവസം ഇതേ ആശുപത്രിയിൽ നിന്ന് ഇതേ ലാബിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കണക്ക് നോക്കിയാൽ ഒരു ദിവസം അപ്പോൾ 60,000 രൂപയായി. അതെ, ഒരു മാസം 20-25 ദിവസം ആ ലാബ് തുറന്ന് പ്രവർത്തിച്ചാൽ എത്രയാണ് ആ ലാബിൻ്റെ ലാഭം എന്ന് ആലോചിച്ചു? 18 ലക്ഷം. അതിൽ ഈ പറയുന്ന ഡോക്ടർമാർക്കുള്ള കമ്മീഷൻ എത്രയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ പല ഘട്ടങ്ങളിൽ പുറത്തു കൊണ്ടുവന്നത്. സുജിയ, അപ്പോൾ ചുരുക്കത്തിൽ ഉത്തരവാദിത്വം അതെ, ഈ മെഡിക്കൽ കോളേജുകൾ അടക്കമുള്ള നമ്മുടെ സംവിധാനങ്ങളിൽ സ്കാനിങ് മെഷീൻ മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. മെഡിക്കൽ കോളേജിലെ മെഷീനൊക്കെ ഏകദേശം കാലഹരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി സ്ഥാപിക്കണം. സർക്കാരിന് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിൽ സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ സ്കാനിങ് മെഷീനും അതോടൊപ്പം തന്നെ ഈ നിയമനവും റേഡിയോളജിസ്റ്റ് വേണ്ടെടുത്ത്, അതായത് ഡയഗ്നോസ് ചെയ്യേണ്ട ആൾ വേണ്ടെടുത്ത് തെറാപ്പിസ്റ്റിനെ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. കാരണം സ്കാൻ ചെയ്യാനായിട്ട് വരുമ്പോഴേക്കും ക്യാൻസർ അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള തെറാപ്പിസ്റ്റിൻ്റെ കാര്യമല്ലല്ലോ അവിടെ വേണ്ടത്. അപ്പോൾ അങ്ങനെ കൃത്യമായ നിയമനങ്ങൾ നടത്തണം. കുറേ നിയമനങ്ങൾ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ആവശ്യമുള്ള ഇടത്ത്, ഇതിപ്പോൾ ആനയെ വാങ്ങിയിട്ട് തോട്ടി വാങ്ങാതെ വെച്ചിരിക്കുന്ന പോലെയാണ്. ആന ഇവിടെ നിൽക്കുന്നുണ്ട്, അപ്പോൾ അതിനെ ഒന്ന് മാറ്റിക്കെട്ടുകയെങ്കിലും ചെയ്യണം. അതിനൊരു പാപ്പാനും തോട്ടിയും ഒക്കെ വേണം. ആനയെ വാങ്ങി തോട്ടിയും വാങ്ങി, പക്ഷേ പാപ്പാൻ വേണ്ട എന്നാണ് തീരുമാനം. ആന അവിടെ കടന്നോട്ടെ. അതെ, അതാണ് ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കണ്ടിരിക്കുന്നത്. എന്തായാലും അനാസ്ഥ വളരെ ഗുരുതരമാണ്. സർക്കാർ ആ കുഞ്ഞിൻ്റെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് റിപ്പോർട്ടിൻ്റെ എഡിറ്റോറിയൽ ടീമിനും സർക്കാരിനോട് പറയാനുള്ളത്. ആ വീഴ്ചയുടെ ഉത്തരവാദി ആ അച്ഛനും അമ്മയുമല്ല, ആ ഏജൻസി ഉത്തരവാദിയാണ്, സ്വകാര്യ ലാബ് ഉത്തരവാദിയാണ്. അതേപോലെ സർക്കാർ സംവിധാനവും ആ ഘട്ടത്തിൽ ഉത്തരവാദിത്വം ഉണ്ട് ഈ വിഷയത്തിൽ. 3 പേരുടെയും അഭിപ്രായം യെസ് എന്ന് തന്നെയാണ്. Meet the editors.